സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരുടെ ആവശ്യപ്രകാരം, ചില നേതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ വിഷയം രാഹുൽ മാങ്കൂട്ടം. അതിനു മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാര. ആരോപണങ്ങളില്ലാത്ത വ്യക്തികൾ ആരാണ് വേദപുസ്തകമായിട്ട് ആരോപണമില്ലാത്ത വേദപുസ്തകങ്ങളുടെ നടുക്കഷ്ണമായിട്ടുള്ളത് ആരാണ്? അപ്പോൾ അതവിടെ ഇരിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അതേപോലെ തന്നെ കെ കരുണാകരനും കുഞ്ഞാലിക്കുട്ടിക്കുമെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ ഐസ്ക്രീമും, ഉമ്മൻചാണ്ടിയുടെ പേരിൽ സരിതയും, അതേപോലെ തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ആരോപണം, കെ കരുണാകരൻ്റെ പേരിൽ മാലിദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒരു നമ്മുടെ മുഖ്യമന്ത്രിയുടെ കസാര തന്നെ തെറിപ്പിക്കും. പക്ഷെ അതൊക്കെ പ്രതിപക്ഷമായിരുന്നു അതിൻ്റെ പിന്നിൽ മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്ത് വന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിഷയം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നടക്കാൻ പോകുന്ന ഈ സമയത്ത് ഈ ടൈമിന് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മാങ്കൂട്ടത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ പാരപണിയുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നേതാക്കൾ ഇടപെടണം. ആര്യാടൻ സൂക്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾ രംഗത്തിറങ്ങണം. പ്രശ്നം രമ്യമായി പരിഹരിക്കണം. കാരണം പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നടക്കാൻ പോവുകയാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ടതിന് താൽക്കാലികമെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂടെ തന്നെയാണ് രാജ്യത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾ എന്ന കാര്യം. പ്രശ്നം കോടതിക്കൊന്നും എത്തിയിട്ടില്ല. രമ്യമായിട്ട് പരിഹരിക്കണം എന്ന് തന്നെയാണ് നേതാക്കളോട് നമുക്ക് അഭ്യർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനുമുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ പലതരത്തിലുള്ള ആരോപണങ്ങളും പലരുടെ പേരിലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ആരാണ് വേദപുസ്തകത്തിൻ്റെ നടുക്കഷ്ണമായിട്ട് നടക്കുന്നത്. നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. അതല്ലെങ്കിൽ പാർട്ടി അണികൾക്കറിയാവുന്ന പരമാർത്ഥമാണ്. ഈ പാർട്ടി അണികൾ തന്നെയാണ് പറയുന്നത് പ്രശ്നം എത്രയും വേഗത്തിൽ പരിഹരിക്കണം. പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷനും ഒക്കെ നടക്കാൻ പോകുന്ന കാരണത്താൽ. അതുകൊണ്ട് ഇവിടെ ഉസ്മാനിയക്ക് പറയാനുള്ളത്, ആര്യാടൻ സോക്കത്ത് ഉൾപ്പെടെ മറ്റ് നേതാക്കൾ ഉൾപ്പെടെ രംഗത്തിറങ്ങുകയും പ്രശ്നം താൽക്കാലികത്തേക്കും രമ്യമായി പരിഹരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരോപണങ്ങളില്ലാത്ത വ്യക്തികളില്ല. നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കെ കരുണാകരൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ ആരോപണങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊന്നും അങ്ങോട്ടൊന്നും എത്തുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു ചെറിയ വിഷയം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പാർട്ടിക്ക് പാരപണിതാൽ ഈ പാർട്ടി കേരളത്തിൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള 2-3 വ്യക്തികളെ പുറത്തായി കഴിഞ്ഞാൽ, 2-3 വ്യക്തികളെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പാർട്ടി പിന്നെ കേരളത്തിൽ പച്ച പിടിക്കില്ല. മരുന്നിൽ ചേർക്കാൻ പോലും കേരളത്തിൽ UDF ഉണ്ടാകില്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ ചാനലിലൂടെ ഉസ്മാനി അപേക്ഷിക്കുന്നതും. മാത്രമല്ല, ഇവിടെ ലക്ഷോപലക്ഷം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു, വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയെ പ്രശ്നം കോടതിയിലേക്ക് എത്താത്ത സ്ഥിതിക്ക് എത്രയും വേഗത്തിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക. ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കേണ്ട സമയം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം അറിയിക്കാനുള്ള, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ലൈക്കും കമൻറ്റിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കുക. ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഒത്തിരി മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ പല നേതാക്കളുടെയും കാര്യങ്ങളൊക്കെ അണികൾക്ക് അറിയാവുന്ന പരമാർത്ഥമാണ്. ഈ നിസ്സാര വിഷയം പൊക്കിക്കൊണ്ട് ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പാർട്ടിക്ക് പാരപണിയുന്നത് ശരിയല്ല
എന്ന് തന്നെയാണ് ഈ വാർത്തയിലൂടെ ഉസ്മാനിയയ്ക്ക് ഈ ന്യൂസിലൂടെ അറിയിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഒരു കാരണവശാലും ഈ പലതരത്തിലുള്ള, നമുക്കറിയാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിൽ പാർട്ടി പ്രവർത്തനം നടക്കുന്ന കാര്യങ്ങളൊക്കെ, പക്ഷേ ആ 5 ലക്ഷം ഉറുപ്പ്യൻ്റെ ഷൂ ഒക്കെ ഒന്ന് മാറ്റി വെക്കുക, ആ 3 ലക്ഷം ഉറുപ്പ്യൻ്റെ ഷൂ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പാർട്ടി പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുമ്പോൾ വല്ലതും 2000 ഉറുപ്പ്യൻ്റെ 5000 ഉറുപ്പ്യൻ്റെ അവായിച്ചെരുപ്പോ ഷൂ ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ 500 ഉറുപ്പ്യൻ്റെ വല്ല അവായിച്ചെരുപ്പൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ തന്നെ, കാരണം അല്ലെങ്കിൽ ഈ പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള 2-3 പേരെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പാർട്ടി കേരളത്തിൽ മരുന്നിൽ കൂട്ടാൻ പോലും കേരളത്തിൽ UDF ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സുഹൃത്തുക്കൾ എല്ലാവരും വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക, ലൈക്കും കമൻറ്റും ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താൽക്കാലികം നിർത്തുന്നു.